ആരാടാ അത്? പലിശക്കാരൻ. മോനെ, അച്ഛൻ എന്ത് വേണമെങ്കിലും സഹിക്കാം, പക്ഷെ ഈ പലിശ അത് കറക്റ്റായിട്ട് കിട്ടില്ല അച്ഛൻ. അതുപോലെ ഇപ്പൊ തന്നെ പൈസ ബാലൻസ് ഒരുപാട് ഇവിടെ കിടപ്പുണ്ട്. ആരല്ലടോ കൈവച്ചോ? ആരാ ചേട്ടാ അത്? അത് കുര്യാക്കോസ് മുതലാളി. മുതലാളിയെ അരഞ്ഞാണത്തിലോ മാലയിലോ ഒരു ഗണ്ട ഒരു ലോക്കറ്റും ഉണ്ട്. അപ്പാപ്പന്റെ അരഞ്ഞാണത്തിന്റെ വിലപിടിപ്പുള്ള കെണ്ട അത് നമ്മൾ പൊക്കണം. ഓപ്പറേഷൻ അപ്പാപ്പന്റെ കെണ്ട. നീ ഇതെങ്ങനെ തുറന്ന്? ഇത് ഞാൻ തുറന്നൊന്നുമല്ല, ഇത് നേരത്തെ തുറന്നു കിടക്കുമായിരുന്നു. അളിയ അരഞ്ഞാണോ ഇല്ല ഒരു കണ്ടയില്ല. പിന്നെ അതവിടെ പോയി. ആ അളിയ സാധനം കിട്ടിയോ? ടോണി, അപ്പാപ്പന് ഡെഡ് ബോഡി എന്ത് ചെയ്യും? എടാ, നമുക്ക് പോലീസിൽ പറഞ്ഞാലോ? അത് വേണ്ട, നമുക്ക് പണി കിട്ടും. ഇവിടെ സാഹചര്യം തെളിവുകളെല്ലാം നമുക്ക് എതിരാണ്. നമ്മൾ പെടും. കൊലപാതകം എന്നുള്ള പേരും കൂടെ കിട്ടാണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായിട്ടുണ്ട്. ഷാന് ദേഷ്യമാണല്ലോടാ. തുടർന്ന് എല്ലാം ഇങ്ങനെയാവുക. ഇത് എവിടെ തന്നെ കണ്ടില്ലേ, എന്തോ കൊണ്ട് പേടിച്ച് വിറച്ചിരിക്കുക. എടാ, അപ്പാപ്പന്റെ വീടും പരിസരം നോക്കാൻ പോയാ ബോസിനെ കാണുന്നില്ലല്ലോ. അവൻ വരും. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഡെഡ് ബോഡി ഇവിടുന്ന് മാറ്റണം. എങ്ങോട്ട് മാറ്റും? ഇവിടുന്ന് 4-5 കിലോമീറ്റർ അപ്പുറത്തൊരു തുരുത്തുണ്ട്. അവിടെ ഒരു പഴയ ബംഗ്ലാവുണ്ട്. നമുക്ക് ഇന്ന് രാത്രി അവിടെ കൊണ്ടെത്തട്ടാം. ആ, അത് കൊള്ളാം. എങ്കിലേ നമുക്ക് അപ്പാപ്പന്റെ ഒരു ചാക്ക് കെട്ടി റെഡിയാക്കി വെക്കാം. വാ സുന്ദര, നീ ഇവിടെ ഇരിക്കുക. എവിടെ പോയി? അമ്മാവാ, പാപ്പോ എവിടെ പോടാ? ആ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, ഒന്ന് നോക്കണം കേട്ടോ. അയ്യോ പാപ്പ, ഞങ്ങളൊന്നും ചെയ്യല്ലേ. ഞങ്ങളല്ല പാപ്പനെ കൊന്നത്, സത്യമായിട്ടും അല്ല. നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാനാ? സാരമില്ല, സാധാരണ ഞാൻ 3 പഗ് അടിക്കും. ഇന്നലെ 6 പഗ് അടിച്ചു. പിന്നെ ആ ഗുളികയും കൂടെ കഴിച്ചപ്പോ ബോധമില്ലാതെ കിടന്നുറങ്ങി. സാരമില്ല, ഒരു 10-12 മണിക്കൂർ കഴിയുമ്പോ ഒക്കെ ശരിയാകും. അവൻ ചത്തില്ലായിരുന്നല്ലേ? ഇല്ലെന്നാ തോന്നേ. മെഡിക്കൽ മിറാക്കിൾ. കോപ്പാണ്. കിളവനടിച്ച് കോൺതെറ്റി കിടന്നുറങ്ങിയാണ്. ഇവിടെ കിടന്ന് എൻ്റെ ചാരുവസേരി എന്ത് ചെയ്യും? അപ്പാപ്പ, ഇത് അപ്പാപ്പന്റെ വീടല്ല. ഓ ശരിയാണല്ലോ, ഇത് എന്റെ വീടല്ലല്ലോ. അതാ അപ്പാപ്പ ഞാൻ പറഞ്ഞേ, ഇത് ഞങ്ങളുടെ വീടാ. ഞങ്ങൾ ഇന്നലെ അടിച്ചു വിറ്റാണ് അപ്പാപ്പന്റെ വീട്ടിൽ കയറി. അതായത് അപ്പാപ്പൻ ഇന്നലെ അടിച്ച് ഫിറ്റായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയല്ലോ. ഇനിയിപ്പോ അപ്പാപ്പനെ വേണേ ഞങ്ങള് വീട്ടിൽ കൊണ്ട് വിടാൻ കേട്ടോ. അതെ, ഇറ്റ്സ് എ സില്ലി മാറ്റർ അപ്പാപ്പ. ഇറ്റ്സ് ഓക്കേ. നീയൊക്കെ എന്നെ കുറിച്ച് എന്നതാടാ വിചാരിച്ച്? ഞാൻ ഒരു മണ്ടനാണെന്ന്. എന്നെ മയക്കിക്കിടത്തി അരിഞ്ഞാണം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു? മൂന്നിന്റെയും തല ഞാൻ പൊളിക്കും. എടുക്കടാ സാധനം. ഞങ്ങൾ അമ്മാവന്റെ വീട്ടിൽ കയറി സത്യം തന്നെയാണ്. അതറിഞ്ഞാൽ എടുക്കാൻ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കള്ളം പറയുന്നോടാ.
ഇന്നലെ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നവരെ എൻ്റെ അരയിലുണ്ടായിരുന്നു നിനക്കൊന്നും അതിന്റെ വില അറിയില്ല. ഞങ്ങൾ എടുത്തിട്ടില്ല അപ്പാപ്പ. ആണോ? നീ ഒന്നും ജീവിച്ചിരിക്കട്ടെ. എന്റെ പൊന്നപ്പാപ്പ, നിങ്ങളുടെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അതെ, എത്ര പ്രാവശ്യം പറയണം, ഞങ്ങൾ അവിടെ വന്നെന്നുള്ള സത്യമാണ്. അപ്പാപ്പ ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങൾ എടുത്തിട്ടില്ല. ഒന്നും പറയണ്ട, ഞങ്ങൾ വിടത്തൂല്ല. എടാ, നീ ആദ്യം പുള്ളിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ കേക്ക്. മക്കളെ, പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയ മുതലാ അത്. എൻ്റെ അപ്പം മരണക്കിടക്കെ കിടന്നപ്പോൾ എനിക്ക് തന്നതാ. ഇപ്പൊ എൻ്റെ മക്കൾക്കും എന്നെ വേണ്ട. അത് കിട്ടിയില്ല, പിന്നെ ഞാൻ എന്തിനാടാ മക്കളെ ജീവിച്ചിരിക്കുന്നത്? അപ്പ ഞങ്ങളൊരു സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങി. അതാണെങ്കിൽ എങ്ങും എത്തിയിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയായി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞാണ് എടുക്കാൻ വേണ്ടി തന്നെയാണ് അപ്പാപ്പൻ്റെ അവിടെ വന്നത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഉണ്ടെങ്കിൽ തരത്തില്ലേ? എങ്കിൽ നിങ്ങളത് കണ്ടുപിടിച്ചതാ. നിങ്ങളുടെ കടം വീട്ടാനും ശിഷ്ടകാല ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കാനുമുള്ള കാശ് ഞാൻ തരുവടാ മക്കളെ. എന്നാ അപ്പാപ്പ ഒരു 10 ദിവസം സമയം എന്താ, എന്ത് വില കൊടുത്ത് ഞങ്ങൾ അത് കണ്ടുപിടിച്ച് തന്നിരിക്കും. ഓക്കെ, ആ 10 ദിവസം ഞാൻ ഇവിടൊക്കെ തന്നെ കാണണം. ഞങ്ങൾ വിടത്തില്ല. അഴികെ ഒക്കെ തരാം. ആദ്യം റെസ്റ്റ് എടുക്ക. മോശമായിട്ട് ആലോചിക്കട്ടെ. അതെ, എല്ലാം ശരിയാക്കാം പപ്പ. അപ്പാപ്പൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഓഫറാ. കള്ളത്തരവും കാണിക്കണ്ട, മര്യാദയ്ക്ക് കൈ നിറയെ കാശും കിട്ടും. എടാ, അതൊക്കെ ശരിയാ. പക്ഷെ ആ സാധനം നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും? ആ CCTV മൊത്തം ജാമാക്കിയതുകൊണ്ട് ആ വഴി അടഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഡാ, ആ അപ്പാപ്പനുള്ള കഴിക്കാൻ കൊടുക്കണ്ടേ? എടാ, തന്നെ മുടിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. സുന്ദര, നിന്റെ ടീഷർട്ട് അല്ലേ? ആ സേറിന്റെ അടി കിടന്നു. ഇതെന്തോടെ നിന്റെ ടീഷർട്ടിലെ ചോര? അളിയാ, അന്ന് നമ്മൾ അപ്പാപ്പന്റെ വീട്ടിൽ കയറിയ ദിവസമല്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു നിങ്ങളെപ്പോലെ 3 പേരവിടെ ഉണ്ടായിരുന്നു. അതിലൊരുത്തൻ എൻ്റെ പെടലിക്ക് ചവിട്ടി ഇറങ്ങിയത്. നിങ്ങളാ നോർത്ത് ഞാൻ അവിടെ സംസാരിക്കാൻ ചെന്നപ്പം ഒരുത്തൻ എൻ്റെ കർണം അടിച്ച് പൊളിച്ചളിയാ. അങ്ങനെ ആളി എൻ്റെ ബോധം പോയത്. അപ്പൊ നമുക്ക് മുന്നേ ആരും അവിടെ കയറി സാധനം പൊക്കിയിട്ടുണ്ട്. അതിലൊരുത്തന്റെ കാല് മുറിഞ്ഞിട്ടുണ്ടാവും. അവനായിരിക്കും ഇവനെ തോളി ചവിട്ടി ഇറങ്ങിയത്. അതെ, ഓഫ് കോഴ്സ്. ആ കാല് മുറിഞ്ഞവൻ എന്തായാലും അടുത്തുള്ള ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോയിട്ടുണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും മൂസേ. അതെ, അങ്ങനെയാണെങ്കിൽ 10 ദിവസത്തിനകം നമ്മൾ അവനെ പൊക്കും. പൊക്കിയിരിക്കും.